9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ മോഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ആദ്യം എന്തിനെക്കുറിച്ച് പറഞ്ഞു? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെക്കുറിച്ചും ചലനാവസ്ഥയിലിരിക്കുന്ന ഒരു ബോഡിയെക്കുറിച്ചും പറഞ്ഞു. ഇനി ആ മോഷനിൽ തന്നെ നമ്മൾ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും എന്താണെന്ന് മനസ്സിലാക്കി. അതുകൂടാതെ നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസും തമ്മിലുള്ള വ്യത്യാസവും സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്താണെന്നും മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? സ്പീഡും വെലോസിറ്റിയും. സ്പീഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടി വരുമ്പോഴാണ് അത് വെലോസിറ്റി ആയിട്ട് മാറുന്നത്. വെലോസിറ്റിയിൽ നമ്മൾ 3 കാരണങ്ങൾ കൊണ്ടാണ് വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നതെന്ന് കണ്ടു. ആദ്യമായിട്ട് ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നെങ്കിലും അതിൻ്റെ സ്പീഡ് മാറിക്കൊണ്ടിരുന്നാൽ, വേഗത മാറിക്കൊണ്ടിരുന്നാൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അപ്പോൾ നമ്മളതിനെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നു. അതല്ല, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഡയറക്ഷൻ സെയിം സ്പീഡിൽ തന്നെ പോകുന്നു, പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ മാറിയാലും നമ്മൾ വെലോസിറ്റി മാറിയെന്ന് പറയുന്നു. അതുകൂടാതെ ഇത് രണ്ടും മാറിയാലും നമുക്ക് വെലോസിറ്റിയിൽ ചേഞ്ച് വന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം അടുത്ത ഒരു പാരാമീറ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ആക്സലറേഷൻ അഥവാ ത്വരണം. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അതിനെ നമുക്ക് ആക്സലറേഷൻ എന്ന് പറയാം, ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ത്വരണം എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് എന്ത്? ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടൈമും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ റേറ്റ് എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു വസ്തു ഇപ്പോൾ ആദ്യം അത് 80 km/h ഒരു കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇനിഷ്യൽ ടൈം നമ്മൾ കണക്കാക്കുന്ന ആദ്യത്തെ പോയിന്റിൽ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 80 km/h ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേഗത 100 അവസാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫൈനൽ പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ വേഗത എന്ന് ഉദ്ദേശിക്കുന്നത് 120 km/h ആണ്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് കാണേണ്ടത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ എത്ര മാറ്റം വന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി കുറച്ചാൽ മതി. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ. ഇനി അതില് റേറ്റ് ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഫൈനൽ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വി ആണ് നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് അപ്പോൺ ടി. സോ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു അപ്പോൺ ടി എന്നുള്ളതാണ്. ഇനി എപ്പോഴും വെലോസിറ്റി കൂടണമെന്നില്ല അല്ലേ. ചിലപ്പോൾ 80 പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ നമ്മൾ തുടക്കത്തിൽ നോട്ട് ചെയ്തപ്പോൾ ഇനിഷ്യൽ പോയിന്റ് എത്രയായിരുന്നു? 80 ആയിരുന്നു. പക്ഷെ ഫൈനൽ പോയിന്റ് ചിലപ്പോൾ 40 കുറയാം. അപ്പോൾ ചില സമയത്ത് വേഗത കൂടാം, ചില സമയത്ത് വേഗത കുറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ആക്സലറേഷൻ എന്നും പിന്നെ കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ആക്സലറേഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കാറ് ഞാൻ പറഞ്ഞതുപോലെ 80 നിന്ന് 100 100 നിന്ന് 120 ആയാൽ അത് എന്ത് തരം ആക്സലറേഷനാണ്? പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നു. അത് മറ്റൊരു എക്സാമ്പിളാണ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി. നമ്മളൊരു വസ്തു താഴേക്ക് ഇട്ടാൽ, ഫ്രീലി ഫോളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗുരുത്വാകർഷണത്തിലൂടെ മാത്രം അത് താഴെ വീഴുന്നതാണ്. അപ്പോൾ ഭൂമി അതിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ താഴോട്ട് വരുന്തോറും ശരിക്കും അതിൻ്റെ വെലോസിറ്റി കൂടി 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 വരും. ഓക്കെ, അത് എത്രയാണ്? അതൊരു കൃത്യമായ അളവിലാണ് കൂടുന്നത്. 9.8 m/s വെച്ചിട്ടാണ് അത് കൂടി കൂടി വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതൊരു പോസിറ്റീവ് ആക്സലറേഷൻ ആണ് അല്ലേ. ഇനി അതേസമയം ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ഒരു ബ്രേക്ക് ചവിട്ടിയാൽ എന്ത് പറ്റും? അത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ അതെന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സലറേഷനെ നമ്മൾ ഡീസിലറേഷൻ അഥവാ റീറ്റാർഡേഷൻ എന്നും പറയാം. അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് താഴേക്ക് വീഴുന്നത് പോസിറ്റീവ് ആക്സലറേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മുകളിലോട്ട് എറിയുമ്പോഴോ, മുകളിലോട്ട് ഇത് പോകുമ്പോഴും താഴേന്ന് ഭൂമി അതിനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞു 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 വന്ന് ഒരു 0-ലെത്തി അവിടെ നിന്ന് അത് ഡ്രോപ്പ് ആവും. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ആക്സലറേഷൻ അല്ലെങ്കിൽ മീൻസ് പ്രവേഗം, നമ്മുടെ വെലോസിറ്റി കുറഞ്ഞു 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 വരുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് കുറവാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? റീറ്റാർഡേഷൻ, നെഗറ്റീവ് ആക്സലറേഷൻ അഥവാ റീറ്റാർഡേഷൻ എന്ന് പറയാം. അതേപോലെ ഞാനിപ്പോൾ ഒരു സാധനം എടുത്തിങ്ങനെ ഉരുട്ടി വിടുക എന്ന് വിചാരിച്ചോ, ഒരു ബോളോ അല്ലെങ്കിൽ ഒരു പെബിളോ എടുത്തിട്ട് തറയിൽ റോൾ ചെയ്തു. അത് ഉരുണ്ട് പോകും. പക്ഷെ അതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമോ? ഇല്ല, കുറച്ചുരുണ്ടിട്ട് അങ്ങ് നിൽക്കും. അപ്പോഴത് സ്ലോ ഡൗൺ ചെയ്യും അല്ലേ. അതെന്തുകൊണ്ടാണ്? അവിടെയും എന്താണ്? റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്.
ഇനി ഇവിടെയും നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ പറയാം. നമ്മൾ നേരത്തെ യൂണിഫോം മോഷൻ പഠിച്ചു, യൂണിഫോം വെലോസിറ്റി പഠിച്ചു. ഇവിടെ വെലോസിറ്റി ചേഞ്ചസ് അറ്റ് ഈക്വൽ amount at equal intervals of time over a period of time അല്ലേ? അതായത് ഓരോ ടൈം ഇൻ്റർവെല്ലിലും സെയിം ആയിട്ടാണ് കൂടുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നോട്ട് ചെയ്തപ്പോൾ എൻ്റെ കാർ 80 km/h പോകുന്നത്. അടുത്ത 10 മിനിറ്റിൽ ഞാൻ അതിനെ സ്പീഡ് കൂട്ടി ഒരു 90 km/h പോയി. അടുത്ത 10 മിനിറ്റിൽ ഞാനത് 100 km/h പോയി. അതിനടുത്ത 10 മിനിറ്റ് ഞാൻ 110 km/h പോയി. അപ്പോൾ ഓരോ 10 മിനിറ്റിലും എൻ്റെ പ്രവേഗം അഥവാ വെലോസിറ്റി 10 m/s കൂടുന്നുണ്ട് അല്ലേ? ഇവിടെ km/h ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കതിനെ എന്ത് പറയാം? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഇനി ഞാനിപ്പോൾ തുടങ്ങിയപ്പോൾ 80 പോവുകയാണ്, പക്ഷേ എനിക്ക് സ്പീഡിൽ ഓടിക്കാൻ പേടിയാണ്. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ ഞാൻ 80 ലിമിറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ട്രാക്ക് 80 ട്രാക്ക് പിടിച്ചങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം മറ്റു വണ്ടികളൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്ത് അടുത്ത സ്പീഡ് ട്രാക്കിലൂടെ അങ്ങ് മുമ്പിലോട്ട് കയറിപ്പോയി. പക്ഷേ ഞാൻ എപ്പോഴും 80 പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ കറക്റ്റ് 80 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വണ്ടിയിലൊക്കെ ക്രൂയിസ് ഉണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ക്രൂയിസിലിട്ട് നമുക്കിങ്ങനെ ആക്സിലറേറ്റർ ചവിട്ടിക്കൊണ്ടിരിക്കേണ്ട, വണ്ടി അതേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ക്രൂയിസ് ഇട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ വണ്ടി 80, ആദ്യത്തെ 10 മിനിറ്റിൽ 80, അടുത്ത 10 മിനിറ്റിലും 80, അടുത്ത 10 മിനിറ്റിലും 80, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആണ്. അപ്പോൾ 80 - 80, അപ്പോൾ എന്താ കിട്ടിയേ? 0. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ആകുന്നില്ലെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റിയെ നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു. ചേഞ്ച് ഇല്ലെങ്കിലോ ആക്സിലറേഷനും ഇല്ല അല്ലേ? അപ്പോൾ അതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ 3 തരം കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് പഠിച്ചത്. ഇനി ഇതിൽ നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ചോദ്യം തന്നിരിക്കുമ്പോൾ അതിൽ ഒരു ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ യു എന്തായിട്ട് എടുക്കണം? 0 എന്നെടുക്കണം. ഇനി ഇങ്ങനെ 120 കിലോമീറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, 120 m/s അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു കംസ് ടു എ റെസ്റ്റ് അറ്റ് ദ എൻഡ്. അപ്പോൾ അവിടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? റെസ്റ്റിലെത്തി. അപ്പോഴും എന്താണ്? 0. അപ്പോൾ വി എന്തായിട്ട് എടുക്കണം? അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വി 0 ആയിട്ട് എടുക്കണം. ഇനി ചോദ്യത്തിൽ തന്നിരിക്കുന്നത് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്, വെലോസിറ്റി അതേ ഒരു കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്, സ്ഥിരമായിട്ടിരിക്കുകയാണ്, മാറുന്നില്ല. അപ്പോൾ എന്താണ് 0 വരുന്നത്? ആക്സിലറേഷൻ ബിക്കംസ് 0. അപ്പോൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലൊരു ചോദ്യം നോക്കാം. ആക്സിലറേഷനെ സംബന്ധിച്ചുള്ളതാണ്. A bike moving at a speed of 72 km/h. After 10 seconds, the velocity becomes 90 km/h. Assuming the velocity change took place at uniform rate, find the acceleration. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി അപ്പോൺ ടൈം അല്ലേ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. നമുക്കിവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ആദ്യം ബൈക്ക് സഞ്ചരിക്കുന്നത് 72 km/h. അപ്പോൾ ഇതാണ് യു. After 10 seconds, so time is t. Final velocity എത്രയായി? 90 ആയി അല്ലേ? അപ്പോൾ ഇത് v ആയി. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് SI യൂണിറ്റിലല്ല. നമ്മൾ ഉത്തരം കാണുമ്പോൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം km/h എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്താണ്? m/s ആണ് അല്ലേ? അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ഉണ്ട്? 60 × 60 3600 സെക്കൻഡ്സ് ആണ് ഒരു മണിക്കൂറിൽ ഉള്ളത്. അപ്പം നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കൊണ്ടാണെങ്കിൽ ഇവിടെ 5ഉം ഇവിടെ 18ഉം കിട്ടും. അപ്പോൾ km/h 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്കതിനെ ഈസി ആയിട്ട് m/s ആക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് v എത്രയായിട്ട് കിട്ടും? v = 90 × 5/18. ഈ 18 × 5 ആണ് 90. അപ്പോൾ ഇവിടെ 25 m/s എന്ന് കിട്ടി. ഇനി അതുപോലെ യു എത്ര കിട്ടും? 72 × 5/18. 18 × 4 ആണ് 72. അപ്പോൾ ഇവിടെ 20 m/s എന്നും കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25 - 20 / 10. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 5. 5/10. 5/10 എത്രയാ? 1/2. അത് എത്രയാണ്? 0.5 m/s². അതാണ് നമ്മുടെ ആക്സിലറേഷൻ്റെ ഉത്തരം.
അടുത്തൊരു ചോദ്യം നോക്കാം. A car acquires a velocity of 54 km/h in 10 seconds. അപ്പോൾ ഒരു കാറ് 10 സെക്കൻഡിൽ 54 km/h ആണ് എടുത്ത വെലോസിറ്റി. പക്ഷേ ജസ്റ്റ് ആഫ്റ്റർ ദ സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം കാർ എങ്ങനെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. റെസ്റ്റിൽ നിന്ന് പെട്ടെന്ന് അത് 54ലേക്ക് 10 സെക്കൻഡ് കൊണ്ട് എത്തിക്കഴിഞ്ഞു. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. അപ്പോൾ നമുക്കിവിടെ അറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? v-u/t. ഇവിടെ പറഞ്ഞു ജസ്റ്റ് ആഫ്റ്റർ ദ സ്റ്റാർട്ട്. അപ്പം അവിടുത്തെ ഇനിഷ്യൽ എത്രയായിരുന്നു? 0 m/s അല്ലേ? റെസ്റ്റ് ചെയ്യുന്നല്ലേ തുടങ്ങിയത്. വി എത്രയാണ്? 54 km/h, അതായത് ഇൻറ്റു 5/80. 8 3 പ്രാവശ്യം അല്ലേ? അപ്പോൾ 15 m/s എന്ന് വരാം. അപ്പോൾ ടൈം എത്രയാണ്? 10 seconds. ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 15 - 0 അപ്പോൾ 10. സോ 15/10 ആൻസർ എത്രയാണ്? 1.5 m/s².